വർഷങ്ങളായിട്ട് പൊങ്കാലയിടാനുള്ള ഭാഗ്യം, ഈ നടയിൽ വന്നിടാനുള്ള ഭാഗ്യം തന്നെ എന്ന് പറഞ്ഞത് വലിയ കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇത്രയും വർഷമായിട്ടും നമ്മൾ ഓരോ വർഷം പൊങ്കാല ഇട്ടിട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും അടുത്ത വർഷം വരണം എന്നുള്ളത്. അതേപോലെ തന്നെ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് വന്നിടാൻ കഴിയുന്നു. അപ്പോൾ എല്ലാവർക്കും വേണ്ടി നല്ലത് വരട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയാണ് ഇടുന്നത്. അല്ലാതെ വേറെ നേർച്ചയായിട്ടോ അങ്ങനെ ഞാൻ ഇടാറില്ല. ഓരോ വർഷവും തിരക്ക് കൂടുകയാണല്ലേ ഇവിടെ? അതെ, സ്ത്രീകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. അതിനെ വലിയൊരു ദേവിയുടെ അനുഗ്രഹം അല്ലെങ്കിൽ ദേവിയുടെ ആ ശക്തി അറിഞ്ഞ് ആൾക്കാർ വന്ന് പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കും വളരെ സന്തോഷമാണ്. എന്ന് വെച്ചാൽ എത്രത്തോളം ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള സ്ത്രീകളല്ലേ വരുന്നത്. അപ്പോൾ അവരെല്ലാം വന്ന് സന്തോഷമായിട്ടൊരു വലിയൊരു കൂട്ടായ്മയായിട്ട് ഇങ്ങനെ ഇടുന്ന കാണുമ്പോൾ തന്നെ ഒരു മനസ്സിന് വലിയ സന്തോഷമാണ്. ചേച്ചിക്ക് ആദ്യത്തെ പൊങ്കാല ഓർമ്മയുണ്ടോ? ആദ്യത്തെ പൊങ്കാല ഞാൻ എൻ്റെ അമ്മ ഇപ്പം ഇല്ല. അപ്പം എൻ്റെ അമ്മയും എൻ്റെ മോള് കുഞ്ഞായിരുന്നു. അപ്പോൾ ആണ് ആദ്യമായിട്ട് ഞങ്ങൾ വന്ന് പൊങ്കാല ഇട്ടത്. തീർച്ചയായിട്ടും ഓർമ്മയുണ്ട്. അന്ന് ആ എക്സ്പീരിയൻസ് നമുക്ക് അറിയില്ലല്ലോ എന്തുവാണെന്നുള്ളത്. അപ്പോൾ ചൂടും അതൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ യൂസ്ഡ് ആയി. ഇപ്പം ചൂടും ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളങ്ങ് യൂസ്ഡ് ആയിട്ട് നമ്മളെല്ലാം മറന്ന് നമ്മൾ എന്താണ് നമ്മുടെ അരിയൊക്കെ ഇടുമ്പോഴത്തേക്കുള്ളത് ആ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഒരു ഇത് വരുന്നു എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു എന്താണ് അനുഭൂതിയാണ് വരുന്നത്. എന്താണ് ഈ ഓരോ തവണയും നമുക്ക് ഓരോ പ്രാർത്ഥനകളായിരിക്കുമല്ലോ പൊങ്കാല ഇടുമ്പോൾ? ആ പ്രാർത്ഥനകളൊക്കെ നടക്കാറുണ്ട്? ആഗ്രഹങ്ങളൊക്കെ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാറില്ല. എന്ന് വെച്ചാൽ ഇത് നടന്നാൽ ഞാൻ വന്ന് ചെയ്യാം അങ്ങനെയുള്ള പ്രാർത്ഥന ഇല്ല എനിക്ക്. ദൈവമേ എല്ലാവരും കാക്കണേ, നന്നായിട്ട് ഇരിക്കണേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ എന്തിനാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നതെന്ന് എൻ്റെ ഒരു വിശ്വാസം. എന്ന് വെച്ചാൽ ഞാൻ അത് നടന്നാൽ ഞാൻ വന്ന് ചെയ്യാം അങ്ങനെ ഒരിക്കലും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. ഞാൻ എല്ലാവർക്കും നല്ലത് വരട്ടെ അല്ലെങ്കിൽ എല്ലാം നല്ലതാവട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ചേച്ചി, അപ്പൊ ഇത്തവണ എന്താണ് അമ്മയ്ക്ക് നൈവേദ്യം? പ്രാവശ്യത്തെ പോലെ തന്നെ ശർക്കര പായസം തന്നെയാണ് ചെയ്യുന്നത്. ചേച്ചി തൊഴാൻ പറ്റുമോ? ക്ഷേത്രത്തിൽ നല്ല തിരക്കായിരുന്നു. വന്ന് തൊഴുതിരുന്നു. ഇനിയിപ്പോ ഇന്ന് പൊങ്കാല ഇട്ട് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ പോയി തൊഴും. അപ്പൊ ചേച്ചി ഹാപ്പി പൊങ്കാല. താങ്ക് യു. സെയിം ടു യു ഓൾ.